ഞാൻ പറയുന്നില്ല, പക്ഷെ എന്റെ സൈഡ് പറയാണ്, ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടല്ല ഞാൻ പൈസ ഉണ്ടാക്കുന്നത്. രാവിലെ 4 മണിക്ക് എണീക്കണം, അവിടെ നിന്ന് തുടങ്ങുന്ന പണികൾ. ആ നേരത്തെ എനിക്ക് നമസ്കാരം കഴിഞ്ഞ് വീട് ക്ലീൻ ആക്കല്, വിളിക്കല്, ഇതിന്റെ അടിയിൽ കുക്കിംഗ്, ക്യാമറ അവിടെ എവിടെയും വെച്ച് ഷൂട്ട് ചെയ്ത് അതിൽ എവിടെയെങ്കിലും കഴുത്ത് കാണുന്നുണ്ടോ, കൈ കാണുന്നുണ്ടോ, അല്ലെങ്കിൽ പിറ്റേ ദിവസം വരും അവിടെ കണ്ടു ഇവിടെ കണ്ടു, ഒരു മുടി പുറത്ത് കണ്ടു, ഇതൊക്കെ നോക്കി 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 ഓരോ വീഡിയോയും ഒറ്റയ്ക്ക് തന്നെയാണ് ഇതുവരെ ചെയ്തിട്ടുള്ളത്. ബുദ്ധിമുട്ട് വേണ്ടിയിട്ട് 6000 രൂപ മിനിമം വേണം. നമ്മളെ കൊണ്ടുപോയി കബറടക്കി തിരിച്ച് വരാനും വേണ്ടിയിട്ട് ഈ കുഴിവെട്ടാനും അല്ലെങ്കിൽ അതിന്റെ പലക വെക്കാനും ആ വസ്ത്രത്തിനും എല്ലാറ്റിനും കൂടെ ചുരുങ്ങിയത് 6000 രൂപ വേണം. അതില്ലാതെ മരിച്ചാൽ പോലും നമുക്ക് ഒന്നും ചെയ്യാനായിട്ട് പറ്റൂല. സോ പൈസ അത്രയും ഇമ്പോർട്ടന്റ് ആണ്. അതൊരു പെണ്ണിന്റെ കാര്യത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഭവമാണ് പൈസ എന്നുള്ളത്. ഈ പൈസയ്ക്ക് വേണ്ടി ആരെങ്കിലും മുന്നിലേക്ക് നമ്മൾ പോയി നിന്ന് കഴിഞ്ഞാൽ അവർ പലതും ആവശ്യപ്പെടും. കേട്ടില്ലേ ആ സഹോദരി പറഞ്ഞത്? അവർ പൈസയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ആ പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ അവർ അതിനുദാഹരണമായി പറഞ്ഞ അല്ലെങ്കിൽ അതിനുദാഹരണമായി കണ്ടെത്തിയ ആ ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ അസ്ഥാനത്തായി പോയത്. അതിനവർ തിരഞ്ഞെടുത്ത ഉദാഹരണമാണ് തെറ്റായി പോയത്. നോക്കൂ, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റുള്ള മതസ്ഥർ ഈ ഒരു അഭിമുഖം കാണുമ്പോൾ, പ്രത്യേകിച്ച് ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എത്തുന്ന ഇത്തരം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും ഒരു വീഡിയോ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ എന്തായിരിക്കും ചിന്തിക്കുക? ഇസ്ലാമിനോടുള്ള അവരുടെ ബഹുമാനവും അല്ലെങ്കിൽ ആ മതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിനോടുള്ള സ്നേഹവും അവർക്ക് നഷ്ടപ്പെടാം. ഇത് കാണുമ്പോൾ ഒരുപക്ഷെ അവർ ചിന്തിക്കാം, കണ്ടില്ലേ, ഇസ്ലാം മതത്തിൽ ഇങ്ങനെയൊക്കെയാണോ? ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഒരാളുടെ പക്കൽ നിന്നും ഇത്ര കൃത്യമായി പൈസ വാങ്ങിച്ചേ മതിയാവൂ, അത് നിർബന്ധമാണ്, അല്ലെങ്കിൽ അടക്കം ചെയ്യാൻ കഴിയുകയില്ലേ എന്നുള്ള രീതിയിലുള്ള പല ചിന്തകൾ, പല തെറ്റായ ചിന്തകൾ ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ മനസ്സിലേക്ക് ഉരുത്തിരിഞ്ഞു വരാം. ഈ വീഡിയോ കാണുന്ന ഇതര മതസ്ഥരായ സഹോദരങ്ങളോട് പറയാനുള്ളത്, നിങ്ങളൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. ഇസ്ലാമിൽ അങ്ങനെ പ്രത്യേകിച്ച് നിർബന്ധമായി 6000 രൂപ ഉണ്ടെങ്കിലേ ആ മനുഷ്യന്റെ മയ്യത്തിനെ അടക്കം ചെയ്യുകയുള്ളൂ, അങ്ങനെയൊന്നും തന്നെയില്ല. നോക്കൂ, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. പൈസ ഇല്ലാത്തതിന്റെ പേരിൽ, ആരെങ്കിലും 6000 രൂപ കൊടുക്കാത്തതിന്റെ പേരിൽ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ മയ്യത്തിനെ മറമാടിയില്ല എന്നുള്ളൊരു പരാതി നിങ്ങൾക്ക് എവിടെയെങ്കിലും കാണുവാൻ സാധിക്കുമോ? എന്റെ അറിവിൽ ഒരുപക്ഷെ ഞാനിതുവരെയും കേട്ടിട്ടില്ല. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തി എവിടെയെങ്കിലും ഒരു പരാതി പറഞ്ഞതായിട്ടും ഞാനിതുവരെയും കേട്ടിട്ടില്ല. ചില മഹല്ല് കമ്മിറ്റികൾ അവർ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മയ്യത്തിനടക്കം ചെയ്യുന്ന സമയത്ത് പലകയും തുണികയും മറ്റുമൊക്കെയായിട്ട് പൈസകൾ വാങ്ങാറുണ്ട്. പക്ഷേ ആ പൈസ ഇല്ലാത്തതിന്റെ പേരിൽ അവരെ ഖബറടക്കം ചെയ്യാതിരുന്നിട്ടില്ല. കേരളത്തിലെ എത്ര നല്ല മഹല്ല് കമ്മിറ്റികൾ ഒരു പൈസ പോലും വാങ്ങാതെ സൗജന്യമായിട്ടാണ് ഇത്തരത്തിൽ പല ആളുകളുടെയും മയ്യത്തിനെ ഖബറടക്കം ചെയ്യുന്നത്. പൈസ ഇല്ലാത്തൊരു വ്യക്തിയാണ് മരിക്കുന്നത് എങ്കിൽ ആ മഹലിന്റെ കീഴിലുള്ള ആൾക്കാർ ആ കാര്യങ്ങളൊക്കെ ചെയ്തു കൊള്ളാറുണ്ട്. അനാഥരായ എത്രയോ ആളുകളുടെ മയ്യത്തുകൾ അതാത് മഹല്ല് കമ്മിറ്റികളിലെ ആളുകൾ അവർ വളരെയധികം കൃത്യമായി ഇടപെട്ടുകൊണ്ട് ഖബർസ്ഥാനിൽ ഖബറടക്കിയ വാർത്തകളും കാഴ്ചകളും ഒക്കെ നമ്മളെല്ലാവരും ഒന്നും ചെയ്യാനായിട്ട് പറ്റൂല. സോ പൈസ അത്രയും ഇമ്പോർട്ടന്റ് ആണ്. അതൊരു പെണ്ണിന്റെ കാര്യത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഭവമാണ് പൈസ എന്നുള്ളത്. ഈ പൈസയ്ക്ക് വേണ്ടി ആരെങ്കിലും മുന്നിലേക്ക് നമ്മൾ പോയി നിന്ന് കഴിഞ്ഞാൽ അവർ പലതും ആവശ്യപ്പെടും. പേടിക്കണ്ട, ആ 6000 ഇല്ലാത്തതിന്റെ പേരിൽ ഒരിക്കലും അന്റെ ഈ പൊട്ടിട്ട ശരീരം ഒരിക്കലും കാക്കക്കോ പൂച്ചക്കോ കുത്തി വലിക്കാന് ബോട്ടമലോ അല്ലെങ്കിൽ പറമ്പിലോ ഉണ്ടാവില്ല. അന്റെ ഇത്ര കാലത്തെ ജീവിത എക്സ്പീരിയൻസിനടുപ്പിച്ച് കേട്ടിട്ടുണ്ടോ? പൈസ ഇല്ലാത്തതിന്റെ പേരിൽ ആ മനുഷ്യന്റെ മയ്യത്ത് മണക്കണത് കണ്ടുകൊണ്ട് ഉണ്ടാവില്ല. അപ്പൊ അതിന് പേടിക്കണ്ട. മരിച്ചാൽ അന്റെ പൈസ നാട്ടിൽ ആരും ഇട്ടിടും. ഒരു മുസ്ലിം ആയിട്ടുള്ള മനുഷ്യൻ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവന്റെ ഇസ്ലാമിക ന്യായപ്രകാരം ഖബറടക്കൽ ആ നാട്ടുകാരുടെ പേര് നിർബന്ധിതമാണ്. ഒരാൾ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അത് അവസാനിച്ചു. ഓക്കെ, പല സ്ഥലങ്ങളിലും നിങ്ങളുടെ 6000 ഉള്ളൂ, ഞങ്ങളുടെ 10000 ഉണ്ട്. ഞങ്ങളുടെ മഹലിലൊക്കെ ഖബർ കുഴിക്കുന്ന ആൾക്ക് 3500 ഉണ്ട്. അതിൽ ചില 6000 ഇല്ലെങ്കിലും എന്നെ ഖബറടക്കും. മനസ്സിലായില്ലേ? അപ്പൊ അതിന് വേണ്ടിയിട്ട് ടെൻഷൻ അടിച്ചിട്ട് തല ഉണ്ടാക്കേണ്ട പൊന്നു മോളെ, എന്റെ ശരീരം കാക്കക്കും പൂച്ചങ്ങൾ കൊടുക്കൂല കേട്ടോ. ഇനി എന്താണ് സിലു പറഞ്ഞത് എന്നുള്ളതിൻ്റെ കറക്റ്റ് വീഡിയോസ് കാര്യങ്ങൾ അതൊന്ന് കണ്ടോക്കിട്ടോ, എന്താണ് പറയണതെന്നുള്ളത്. മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഖബറടക്കാനും വേണ്ടിയിട്ട് 6000 രൂപ മിനിമം വേണം. നമ്മളെ കൊണ്ടുപോയി ഖബറടക്കി തിരിച്ച് വരാനും വേണ്ടിയിട്ട് ഈ കുഴിവെട്ടാനും അല്ലെങ്കിൽ അതിന്റെ പലക വെക്കാനും ആ വസ്ത്രത്തിനും എല്ലാറ്റിനും കൂടെ ചുരുങ്ങിയത് 6000 രൂപ വേണം. അതില്ലാതെ മരിച്ചാൽ പോലും നമുക്ക് ഒന്നും ചെയ്യാനായിട്ട് പറ്റൂല. സോ പൈസ അത്രയും ഇമ്പോർട്ടന്റ് ആണ്. അതൊരു പെണ്ണിന്റെ കാര്യത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഭവമാണ് പൈസ എന്നുള്ളത്. ഈ പൈസയ്ക്ക് വേണ്ടി ആരെങ്കിലും മുന്നിലേക്ക് നമ്മൾ പോയി നിന്ന് കഴിഞ്ഞാൽ അവർ പലതും ആവശ്യപ്പെടും. കണ്ടല്ലോ, സത്യാവസ്ഥ ഇതാണ് സംഭവം പറഞ്ഞത്. നമ്മൾ മരിച്ചാൽ പോലും നമ്മൾ മറവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 6000 രൂപ വരെ വരണം. നമ്മളെ മഹലിലൊക്കെ നമ്മളെ ഈ നാട്ടിലൊക്കെ ഉണ്ട് 10000 രൂപ ഖബർ കുത്താൻ വരെ 10000 രൂപ വേണം. പൈസൻ്റെ മൂല്യമാണ് അവിടെ ശിലു പറഞ്ഞത്. പക്ഷെ അത് മനസ്സിലാക്കാതെ പല വീഡിയോസും പല കാര്യങ്ങളായിട്ട് വരുന്നുണ്ട്.
ഇപ്പം ഇന്ന് ഞാൻ സിലുവിൻ്റെ ഇതിൻ്റെ പ്രതികരണം പറയുന്നുണ്ട്. അവർ കറക്റ്റ് അവൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എന്താണ് പറഞ്ഞത് ഏതാണ് പറഞ്ഞത് മനസ്സിലാക്കാതെയാണ് ഈ വീഡിയോസ് പ്രചരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോസ് വേറെ റിയാക്ഷൻ വീഡിയോസ് ഉണ്ട്. അതിൽ കുറച്ച് ഭാഗങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഒരുപാട് ലെങ്ത് ഉള്ള വീഡിയോസാണ്, ഒരു അരമണിക്കൂറുള്ള വീഡിയോസാണ്. പക്ഷേ അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ കാണിച്ചു തരാം, അത് കണ്ടോക്കി. അറിയാത്ത, ഞാൻ ഉദ്ദേശിക്കാത്ത, ഞാൻ ചെയ്യാത്ത ഒരു കാര്യം എന്നിലേക്ക് അടിച്ചേൽപ്പിക്കുമ്പോൾ എനിക്ക് വേദനിക്കും. ഞാൻ അതല്ല അവിടെ പറഞ്ഞത്. ഞാൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. 6000 രൂപ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മരിക്കാൻ പറ്റില്ല എന്നോ, അല്ലെങ്കിൽ അങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരം കാക്കയ്ക്കും പൂച്ചയ്ക്കും ഇട്ടു കൊടുക്കേണ്ടി വരുമോ എന്നോ, അല്ലെങ്കിൽ നിങ്ങൾ പുഴുത്തു നാറുമെന്നോ ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല ഗൈസ്. ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. ആ ചെലവ് അവിടെ തന്നെ ഉണ്ട്. അത് ആരെങ്കിലും ഏറ്റെടുക്കുന്നു മാത്രമേ ഉള്ളൂ മരിച്ചു കഴിഞ്ഞാല്. അപ്പൊ പറയുന്നു വയനാട്ടിൽ ഈ ദുരന്തം സംഭവിച്ച സമയത്ത് എത്രയോ ആൾക്കാർ മരിച്ചു, അവരുടെയൊക്കെ പൈസ അവരാണോ കൊടുത്തത് എന്നുള്ള കുറെ കാര്യങ്ങൾ വന്നു. ഞാനൊരു കാര്യം പറയട്ടെ, മീഡിയ മണ്ണിൽ വന്നൊരു പോസ്റ്ററാണ്. അന്ന് അവിടെ നടന്നതിന് ശേഷം എത്രയൊക്കെ ചെലവുകൾ വന്നു എന്ന് പറഞ്ഞതിൽ ഒരു ബോഡി ശവസംസ്കാരം നടത്താൻ 75,000 രൂപ ചെലവ് കണക്ക് ഗവൺമെന്റ് ബോധിപ്പിച്ചിട്ട് ഒരു പോസ്റ്റർ ഞാൻ കണ്ടു. ഞാൻ വിചാരിച്ചു, സ്വർണത്തിലാണോ ഇവര് ഖബർ വെട്ടിയത് എന്നുള്ളത്. ഈ ഖബർ എന്നുള്ള വേർഡ് ഞാൻ പറഞ്ഞത് കൊണ്ട് നിങ്ങൾ അത് മതത്തിന്റെ പേരിലേക്ക് മാറ്റണ്ട, അല്ലെങ്കിൽ കുഴി എന്ന് പറഞ്ഞാൽ അത് മോശമായി പോവോ എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഖബർ എന്ന് പറഞ്ഞത്. അല്ലാതെ ഞാനൊരു മുസ്ലിം ആയതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു സമുദായത്തിനെ കുറച്ച് പറയാനും വേണ്ടിയിട്ടല്ല ഞാനിത് പറഞ്ഞത്. ഇനി ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, അല്ല ഇത് കംപ്ലീറ്റ് ആക്കിയിട്ട് ഞാൻ അതിലേക്ക് വരാം. എന്തായാലും 75,000 രൂപ ചെലവ് കണക്ക് കാണിച്ചു. ഈ 75,000 രൂപ എന്തിനാ ചെലവ് പറഞ്ഞത്? അത്രയും ചെലവ് എന്തായാലും ഇല്ല, അത് വേറെ. ആ സ്ഥലം ആരോ ഫ്രീ ആയിട്ട് കൊടുത്തതായിരുന്നു. ചോദിച്ചു സൗണ്ട് ഉണ്ടാക്കല്ല കേട്ടോ, ഫ്രീ ആയിട്ട് കൊടുത്തതായിരുന്നു. പിന്നെ അതുപോലെ അവിടെ എത്രയോ പേര് രാവും പകലും ഉറക്കൊഴിച്ച് അവരുടെ അധ്വാനം അവിടെ ഇട്ടുകൊണ്ട് പണിയെടുത്ത് ചെയ്തതാണ്. എന്നിട്ടും അവിടെ ചെലവ് കണക്ക് പറഞ്ഞില്ലേ? എന്തിനാ? എന്തായാലും അങ്ങനെ ഒരു ചെലവ് എക്കണോമിക്കലി നോക്കുമ്പോൾ അതൊരു സംഭവമാണ്. അതിന് നമ്മൾ ആത്മാഭിമാനമുള്ള ആൾക്കാര് എന്റെ മരണശേഷം ആരും ബുദ്ധിമുട്ടരുത് എന്ന് വിചാരിച്ച് മുൻകൂട്ടി ഉടുക്കാനുള്ള വസ്ത്രങ്ങളും ഇത് ഈ പൈസക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ആൾക്കാര് ഇപ്പോഴും ഉണ്ട്, അറിയോ? എന്റെ ഉപ്പാക്കുള്ള കഫം പുടവ എന്ന് പറയുന്ന സംഭവം ഇപ്പൊ ഉംറക്ക് പോയ സമയത്ത് എടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ സംഭവം എടുത്ത് കൊടുത്തത്. ഞാൻ മരിച്ചാല് എന്റെ ഡെഡ് ബോഡിക്ക് കാക്കയ്ക്കും പൂച്ചയ്ക്കും ഇട്ട് കൊടുക്കാതിരിക്കാൻ നീ വേണമെന്നില്ല മൻസൂർ, നീ വേണമെന്നില്ല. അതിന് ഇന്ന് ജീവനോടെ എന്റെ ഭർത്താവ്, എന്റെ ആങ്ങളമാര്, എന്റെ ഉമ്മ, എന്റെ കുടുംബം മൊത്തം, അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്നവരാരെങ്കിലും ഉണ്ടാവും. ഇതിനു പുറമെ ഞാൻ ഉണ്ടാക്കി വെച്ച പൈസ ഉണ്ടാവും. ഓക്കെ, അതിന് നീ ഈ പറഞ്ഞ സോക്കോൾഡ് നിന്റെ നാട്ടുകാരുടെ ആവശ്യം എനിക്കില്ല. ഓക്കെ, ഞാൻ പറഞ്ഞത് അതല്ല മാൻ. തനിക്കൊരു വീഡിയോ, തനിക്കൊരു റീച്ച് അതിൽ ഉദ്ദേശിക്കുമ്പോ ആ മനുഷ്യനെ അത് ആഫ്റ്റർ എഫക്ട് എന്തൊക്കെ ബാധിക്കും? ഒരു ഉമ്മയെ തല്ലിക്കൊന്നവരെ രണ്ട് ഭാഗവും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ഒരു പെണ്ണെന്ന നിലക്ക് അത് ഏതൊക്കെ വിധം താൻ കാണുന്നില്ലേ? തന്റെ ചാനലിൽ വരുന്ന ഒരു കമന്റ്, ഈ വരുന്ന കമന്റുകളൊക്കെ താൻ കാണുന്നില്ലേ? നീ ഒന്ന് മരിച്ചു നോക്ക്. നിന്റെ ശരീരം കാക്കിക്ക് പൂച്ചയ്ക്ക് അവളുടെ ഒരു പെരടിക്ക് നോക്കി കൊടുക്കണം. എന്തൊക്കെയത്? പിന്നെ എന്റെ പൊട്ടിയിട്ട ശരീരത്തെ കുറിച്ച് താൻ പറഞ്ഞില്ലേ? ശരീരം എന്നതുകൊണ്ട് താൻ എന്തോ ഉദ്ദേശിക്കും? എന്റെ ശരീരം താൻ കണ്ടിട്ടുണ്ടോ? മുഖത്തിന് ആരും ശരീരം എന്ന് പറയുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇതല്ലേ താൻ കാണുന്നത്? എന്റെ ശരീരം താൻ കണ്ടിട്ടുണ്ടോ? എന്റെ ശരീരത്തിൽ പുട്ടിയിട്ട് താൻ കണ്ടിട്ടുണ്ടോ? ഈ പുട്ടി എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? തൊലി വെളുപ്പുള്ള സ്ത്രീകൾ ഈ ഭൂമിയിൽ ഇല്ലേ? ഇല്ലേ? ഇനി നിങ്ങളെയൊക്കെ പേടിച്ചിട്ട് അവർ മുഖത്ത് കരിവാരി തേച്ചിട്ട് വരണോ? അല്ലെങ്കിൽ നിങ്ങൾ പുട്ടിയിട്ടു എന്ന് പറയോ? എന്നെ താൻ നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഈ കമന്റ് ഇടുന്ന എല്ലാവരോടും കൂടിയിട്ടാണ് ഞാൻ ഈ ചോദിക്കുന്നത്. എന്താണ് നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നത്? ഈ ഭൂമിയിൽ തൊലി വെളുപ്പുള്ള സ്ത്രീകൾ ഉണ്ടാവാൻ പാടില്ല? അവർക്ക് അതൊരു ശാപമാണോ? നിങ്ങളെയൊക്കെ പേടിച്ചിട്ട് ഇനി എന്താ ചെയ്യേണ്ടത്? സ്ത്രീകൾ പുറത്തിറങ്ങാതിരിക്കണം. അത് നിങ്ങളെ പോലെയുള്ള കുറച്ച് ആൾക്കാർ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഇതേതൊരു പുരുഷൻ പറയട്ടെ ഒരു പൈസയുടെ അത്യാവശ്യതയെ പറ്റിയിട്ട് നിങ്ങളൊക്കെ കൈ കൊട്ടി ആഘോഷിക്കും. ഞാൻ പറഞ്ഞതാണെന്ന് പ്രശ്നമായത്. എനിക്ക് പേടിയൊന്നുമില്ല. യൂട്യൂബിന് മുമ്പും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയ്ക്ക് മുമ്പും ആരുടെയും മുന്നിൽ കൈ നീട്ടാതെ തന്നെ ഞാൻ ജീവിച്ചിട്ടുള്ളത്. ഇതൊന്നും പ്രതീക്ഷിച്ചിട്ടോ ഒന്നുമല്ല. എന്റെ അധ്വാനത്തിന്റെ മേലെയാണ് എന്റെ വിശ്വാസം. ഞാൻ നല്ലോണം അധ്വാനിക്കുന്നുണ്ട്. പിന്നെ ചിലര് പറയുന്നു അവൾക്ക് ഫ്രീ കിട്ടുന്ന വെറുതെ ഇരുന്ന് കിട്ടുന്ന പൈസ അല്ലേ എന്നുള്ളത്. വെറുതെ ഇരുന്ന് 5 പൈസ കിട്ടൂല. മറ്റുള്ളവരെ പോലെ ഇതുപോലെ ക്യാമറ ഓൺ ആക്കി വെച്ചിട്ട് എനിക്ക് വായി തോന്നണ വന്ന് പറയേ, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഡാൻസ് കളിച്ചിട്ടോ അല്ലെങ്കിൽ വസ്ത്രം ഉരിഞ്ഞ് എന്തെങ്കിലും കാണിച്ചിട്ടോ അല്ലെങ്കിൽ പാട്ട് പാടിയിട്ട്, ഇതൊന്നും തെറ്റെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എന്റെ സൈഡ് പറയാണ്, ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടല്ല ഞാൻ പൈസ ഉണ്ടാക്കുന്നത്. രാവിലെ 4 മണിക്ക് എണീക്കണം. അവിടെ നിന്ന് തുടങ്ങുന്ന പണികൾ
ആ നേരത്തെ എനിക്ക് നമസ്കാരം കഴിഞ്ഞ് വീട് ക്ലീൻ ആക്കല് വിളിക്കല് ഇതിന്റെ അടിയിൽ കുക്കിംഗ് ക്യാമറ അവിടെ എവിടെയും വെച്ച് ഷൂട്ട് ചെയ്ത് അതിൽ എവിടെയെങ്കിലും കഴുത്ത് കാണുന്നുണ്ടോ കൈ കാണുന്നുണ്ടോ അല്ലെങ്കിൽ പിറ്റേ ദിവസം വരും അവിടെ കണ്ടു ഇവിടെ കണ്ടു ഒരു മുടി പുറത്ത് കണ്ടു ഇതൊക്കെ നോക്കി 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 ഓരോ വീഡിയോയും ഒറ്റയ്ക്ക് തന്നെയാണ് ഇതുവരെ ചെയ്തിട്ടുള്ളത്, ബുദ്ധിമുട്ടിയിട്ടുള്ളത്. ചിലർ പറഞ്ഞു അവൾക്ക് അഹങ്കാരമാണ്, അവൾ ഒറ്റയ്ക്കെല്ലാം നേടി എന്നുള്ള വിചാരമാണെന്നുള്ളത്. ഇപ്പൊ ഞാൻ പറയുന്നു ഒറ്റയ്ക്ക് എല്ലാവരും ഉറങ്ങുന്ന സമയത്ത്, എല്ലാവരും സുഖിക്കുന്ന സമയത്ത്, എല്ലാരും എൻജോയ് ചെയ്യുന്ന സമയങ്ങളിൽ ഞാൻ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ട് ഈ ഓരോ സംഭവങ്ങളും ചെയ്ത് എനിക്ക് ഈ പറഞ്ഞ പോലെ വെറുതെ ഇന്ന് സംസാരിച്ചിട്ടൊക്കെ വേണമെങ്കിൽ വീഡിയോ ഉണ്ടാക്കി. എനിക്ക് നോർമലി ഞാൻ കഷ്ടപ്പെട്ട് വീഡിയോ ചെയ്യുന്നതിനേക്കാളും ഞാൻ സംസാരിക്കുന്ന വീഡിയോസിനാണ് എനിക്ക് പൈസയും കൂടുതൽ കിട്ടുന്നത്, വ്യൂസും കൂടുതൽ കിട്ടുന്നത്. പക്ഷെ ഞാൻ അത് ആഗ്രഹിക്കുന്നില്ല. ഞാനൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഡിഷസ് കൊണ്ടുവരണം. പുതിയതായിട്ട് ആൾക്കാർക്ക് കാണുമ്പോൾ അവരുടെ ടൈം അതിൽ അവർ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്നും എനിക്ക് പൈസ കിട്ടുന്ന സമയത്ത് എനിക്കും അതൊരു എന്താ പറയാ, ഞാൻ നല്ല രീതിക്കാണ് അത് ഉണ്ടാക്കിയത് എന്ന് എനിക്ക് തോന്നാനും വേണ്ടിയിട്ട് ഞാൻ പുതിയ പുതിയ ഡിഷസ് കൊണ്ടുവരുന്നു, പുതിയ പുതിയ ടിപ്സ് കൊണ്ടുവരുന്നു, ഇത് പറയുന്നു, ഇത് വീഡിയോ ആക്കുന്നു. അത് കഴിഞ്ഞ് ബാക്കിയുള്ള ഇരുന്ന് എഡിറ്റ് ചെയ്യുന്നു. അതിന്റെ ഇടയിൽ ഇപ്പൊ ക്ലാസ്സിലേക്ക് പോവാ, ക്ലാസ്സിൽ പോയിട്ട് വന്ന് തിരിച്ചു വന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും വീട് മൊത്തം നാശമായിട്ടുണ്ടാവും. അത് മൊത്തം ക്ലീൻ ആക്കുക. ഇതിന്റെ ഇടയിൽ മക്കളെ കുറിച്ചുള്ള ആലോചന, ടെൻഷൻ, അവരുടെ പഠനം, അവരുടെ ജീവിത ചെലവ്, അവരുടെ മറ്റത് മറിച്ചത്, ജീവിതത്തിൽ എവിടെയും ഒരു താളപ്പഴയും ഇല്ലാതിരിക്കാൻ ഓരോന്നും നോക്കി 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 ചെയ്ത് ഇതിനിടയിലാണ് ഈ വീഡിയോസ് വരുന്നത്. രാത്രി മുഴുവൻ ഇരുന്ന് എഡിറ്റ് ചെയ്യണം, വോയിസ് ഓവർ കൊടുക്കണം, എന്നിട്ട് അത് അപ്ലോഡ് ചെയ്യണം, പ്രൊമോഷൻ ഉണ്ടെങ്കിൽ അവരോട് സംസാരിക്കണം, അവരോട് ഭാഷ പോലും ശരിക്കും മനസ്സിലാവാതെ എങ്ങനെയൊക്കെയോ ഒപ്പിച്ച് എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് എല്ലാമായി ഒരു 2 മണിക്ക് വീഡിയോ വരുമ്പോഴേക്കും ഞാൻ അനുഭവിക്കുന്ന സ്ട്രെസ്സും മാനസിക പീഡനം, വെറുതെ ഇരുന്നിട്ട് പൈസ കിട്ടണമെന്ന് എങ്ങനെ പറയാൻ കഴിയുന്നു? ഇതിന്റെ ഇടയിൽ ഹലാലായ പൈസ, ഹറാമായ പൈസ, എന്തൊക്കെ കേൾക്കണം. എന്നിട്ടാണ് ഈ പൈസ ഉണ്ടാവുന്നത്. അതിന് നിങ്ങളുടെ മുന്നിലേക്ക് എന്തൊക്കെ അനുഭവിക്കണം. ഇനി കുറേ ആൾക്കാർ ഇതിന് പുറകെ വീഡിയോസ് ആയിട്ട് വരും. ന്യായമായിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കുന്നവർ പോസിറ്റീവായിട്ട് ചെയ്യൂ, വീഡിയോ ചെയ്തോളൂ, പ്രശ്നമില്ല. ഞാൻ അതല്ല നെഗറ്റീവായിട്ടാണെങ്കിൽ ചെയ്തോളൂ, പ്രശ്നമില്ല. ഞാനല്ല ഇനി അങ്ങോട്ട് ഓക്കെ. ഒരു കമന്റ്, ആ മാന്യ മനുഷ്യന്റെ ചാനലിൽ വന്നൊരു കമന്റ്, അതിന് പരിപൂർണ്ണ ഉത്തരവാദി നിങ്ങളാണ്. കളവ് പറഞ്ഞവൾ ജീവിതകാലം മുഴുവൻ കളവ് പറയാൻ അള്ളാഹു ഇട കൊടുക്കട്ടെ. അവളിൽ നിന്നും സത്യസന്ധത, ആത്മാർത്ഥത ഇവയെല്ലാം റബ്ബ് എടുത്തു കളയട്ടെ. അവളുടെ ശേഷിക്കുന്ന ഈമാൻ അള്ളാഹു എടുത്തു കളയട്ടെ. അവളെ ബഹുദൈവ വിശ്വാസത്തിലേക്ക് പിശാചുക്കൾ ക്ഷണിക്കട്ടെ. റബീക്ക റബ്ബെ എന്ന് പറയുന്ന ഒരു ഐഡി ഇട്ട കമന്റ്, ഞാൻ സമുദായത്തിനെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നും പറഞ്ഞ് ഇവരിട്ട വീഡിയോയില് ഇവരുടെ സമുദായത്തിനെ കുറിച്ച് ഞാനിപ്പോ പറയുന്നു, ഈ മുസ്ലിം സമുദായത്തെ കുറിച്ച് ഇങ്ങനെ ഒരു കമന്റ് വായിച്ചാൽ ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കുന്നതാണ് സാർ ഉദ്ദേശിക്കുന്നത്? എന്ത് നല്ല മനസ്സുള്ള ആൾക്കാരല്ലേ മുസ്ലിംസ്, ഇസ്ലാമിലുള്ളവര്. നിങ്ങൾ ഇതിൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഇതിനൊക്കെ ഇടവരുത്തിയത് ആരാണ്? ഞാൻ ഇസ്ലാമിക വസ്ത്രധാരണത്തിൽ വന്നുകൊണ്ട് ഇസ്ലാമിനെ കുറിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു എന്നാണ് നിങ്ങൾ പറയുന്നത്. അത് എന്റെ വാപ്പ എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് കാശിന്റെ ആവശ്യകത ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എത്രത്തോളം ഉണ്ട് എന്ന് പറയാനും വേണ്ടിയിട്ട് പറഞ്ഞൊരു കാര്യമായിരുന്നു. മരണപ്പെട്ടാലും ചെലവാണ് മനുഷ്യന് എന്നുള്ളത്. അതാണ് അതിൽ പോയത്. മരണപ്പെട്ടാലും, ജനിച്ചത് മുതൽ മരണം വരെയും ചിലവുണ്ട്, അതിന് പണം അത്യന്താപേക്ഷിതമാണ് എന്നാണ് പറഞ്ഞ ഒരു കാര്യം. നിങ്ങൾ ഏത് രീതിക്ക് വളച്ചൊടിച്ച് മതത്തിന് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി ഒരു മനുഷ്യനെ എത്രത്തോളം ക്രൂശിക്കാൻ പറ്റുമോ അതിന്റെ അങ്ങേയറ്റം. ഇനി ഒരു കാര്യം പറയട്ടെ, എനിക്കുണ്ട്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഞാൻ ഈ കുക്കിങ്ങും കാണിച്ച് ഭയങ്കര ഇതായിട്ടുള്ള ഒരാളാണെന്ന് വിചാരിക്കണ്ട. എനിക്കുണ്ട് റിയാക്ഷൻ ചാനല്, എനിക്കുണ്ട് 1,00,000 മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള, മോണിറ്റൈസേഷൻ ഉള്ള ഒരു ചാനൽ എനിക്കുണ്ട്. ഞാൻ ആവശ്യത്തിന് മാത്രമല്ല വർഷത്തിൽ ഒരിക്കലേ വീഡിയോ ഉള്ളൂ. കാരണം എന്താണെന്നറിയോ, എന്റെ വാക്കോ നോട്ടമോ പ്രവൃത്തിയോ ഒരാളെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ആരെങ്കിലും സപ്പോർട്ട് ചെയ്യാനുള്ള വീഡിയോ അയച്ച് ഞാൻ വരാറുള്ളൂ. ഇതുമാതിരി വലിച്ചു കയറാനും വേണ്ടിയിട്ട് ഇല്ലാത്ത കാര്യം പറഞ്ഞുണ്ടാക്കിയിട്ട് ഞാൻ വീഡിയോ ചെയ്യാറില്ല. പിന്നെ സാറിന്റെ വീഡിയോ ഓൺ ആക്കിയതും പരസ്യം വന്നു. എന്തിനാ? ഇന്നെ വെച്ച് പൈസ ഉണ്ടാക്കിയത് അല്ലാന്ന് പറയാൻ പറ്റുമോ? പൈസന്റെ വാല്യൂ ഇപ്പൊ മനസ്സിലായില്ലേ? ഏതോ ഒരു പെണ്ണ്, ഞാനായിട്ട് സാറിന് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? എന്റെ ഫോട്ടോ ഉപയോഗിക്കാൻ സാർക്ക് ഏത് വിധത്തിലാണ് അനുവാദം ഉള്ളത്? ഷംനാഥ് ഷഹീദ് പറയൂ. എന്റെ ഫോട്ടോ ഞാൻ ആ ഇന്റർവ്യൂ എന്റെ സമ്മതത്തോടു കൂടി വെറൈറ്റി മീഡിയ ആണ് വന്നെടുത്തത്. താങ്കൾക്ക് തന്ന ബൈറ്റല്ല. അപ്പൊ എന്റെ ഫോട്ടോ എങ്ങനെ താങ്കൾ ഉപയോഗിക്കാം? പൈസക്ക് വേണ്ടിയല്ലേ? അത് അതിന്റെ ആവശ്യകതയല്ലേ ഞാൻ അതിൽ പറഞ്ഞിട്ടുള്ളത്. മരണം വരെയും ഒരു മനുഷ്യന് ചെലവുണ്ട് എന്നുള്ളത്. പിന്നെ സ്ത്രീകൾക്ക് പൈസ വേണം എന്നുള്ളത് അത്യന്താപേക്ഷിതമാണെന്ന് പറയാൻ കാരണമുണ്ട്. സ്ത്രീകൾ പറയട്ടെ. ഇപ്പൊ നിങ്ങൾ കമന്റ് ചെയ്യും, ഞാൻ ഈ പറഞ്ഞതിൽ എവിടെയെങ്കിലും എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലും നിങ്ങൾ പറ. ഞാൻ ഇതിൽ മതത്തിനെ പിടിച്ച് വലിച്ചോ?
ഖബർ എന്നുള്ള വേർഡ് ഒരു മുസ്ലിം മതത്തിന് മാത്രം അവകാശപ്പെട്ടതാണോ? ഖബർ എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ ഇതിന് പറയുന്നതല്ലേ? ഇനി ഇസ്ലാമിക വസ്ത്രധാരണത്തിൽ വന്നുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞു എന്ന് പറയുന്നു. എനിക്കിഷ്ടമുള്ള വസ്ത്രം എനിക്ക് ധരിച്ചൂടെ? ശരി, ഇസ്ലാമിക വസ്ത്രധാരണത്തിൽ ഞാൻ ഇത് പറഞ്ഞതുകൊണ്ട് കുറെ ആൾക്കാർക്ക് കുരുപൊട്ടുന്നത്. ഇതേ ഇസ്ലാമിക വസ്ത്രധാരണത്തോടു കൂടി ഞാൻ എന്തൊക്കെ നല്ല കാര്യങ്ങൾ, എത്രയൊക്കെ നല്ല കാര്യങ്ങൾ ഇതിൽ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. എത്രയോ ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ആരെങ്കിലും അതെടുത്ത് വീഡിയോ ചെയ്തോ? എന്തുകൊണ്ട്? അതിലധികം പൈസ കിട്ടൂല, പണം കിട്ടൂല, അധികം ആരും നോക്കൂല, റീച്ച് കിട്ടൂല. അപ്പൊ നെഗറ്റീവായിട്ട് മതം കുത്തിത്തിരികി ഒരു സംഭവം അങ്ങോട്ട് ഉണ്ടാക്കുക, അതങ്ങോട്ട് പുറത്തേക്ക് വിടുക. അപ്പൊ അതിൽ നിന്നും ഇവർക്ക് ഒരുപാട് പൈസ കിട്ടും. അതന്നെയാ ഞാൻ പറഞ്ഞത്. ഒരു മനുഷ്യനെ പച്ചയ്ക്ക് പിച്ച് ചിന്തിക്കൊണ്ട് പൈസ ഉണ്ടാക്കാമെങ്കിൽ ആ പൈസയ്ക്ക് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്, സ്ത്രീകളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച്. ഒരുപാട് സ്ത്രീകൾ ഗാർഹിക പീഡനമായിട്ടും മാനസിക പീഡനമായിട്ടും അല്ലെങ്കിൽ ശാരീരിക പീഡനമായിട്ടും ചില ജീവിതങ്ങളിൽ പിടിച്ചു നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? തിരിച്ചു പോയാൽ എന്നെ ആര് നോക്കും എന്നുള്ളത്. ഈ നോക്കും എന്നുള്ള വാക്ക് കണ്ണുകൊണ്ടുള്ള നോട്ടാണെന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എന്റെ വീട്ടിലേക്ക് തിരിച്ചു പോയാൽ എന്നെ നോക്കാൻ ആരുമില്ല എന്ന് പറയുന്നത് എന്താണ്? അവരിങ്ങനെ കണ്ണുകൊണ്ട് ഇങ്ങനെ നോക്കിച്ചിരിക്കുന്നതാ? അല്ല, എന്റെ ചെലവ്, എന്റെ മക്കളുടെ ചെലവ്, മരിക്കണവരെ ജീവിക്കേണ്ട ഭൂമിയില് ആരെങ്കിലും മുമ്പിൽ കൈ നീട്ടാൻ പറ്റോ? സ്വന്തമായിട്ട് ജോലിയില്ല, വിദ്യാഭ്യാസമില്ല, ഞാൻ എവിടെ പോയി എന്ത് ചെയ്യും, ആരോട് പോയി എന്ത് ചോദിക്കും എന്ന് കരുതിക്കൊണ്ട് അവര് പറയണത് ഈ പൈസ വേണം. തന്റെ ആങ്ങളുടെ കയ്യിലോ അല്ലെങ്കിൽ തന്റെ ഉമ്മാന്റെ കയ്യിലോ അല്ലെങ്കിൽ തന്റെ വാപ്പാന്റെ കയ്യിലോ പൈസ ഉണ്ടെങ്കിൽ അവർക്ക് എന്നെ നോക്കാൻ പറ്റുള്ളൂ. എന്റെ വീട്ടിൽ കഷ്ടപ്പാടാണ്, അവര് തന്നെ ജീവിക്കുന്നത് എന്തോ പറഞ്ഞ പോലെയാണ്, അതുകൊണ്ട് എനിക്ക് അവിടേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റില്ല, എന്റെ മുന്നിൽ മരണം മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഇയാളുടെ കൂടെ ജീവിക്കണം എന്ന് പറയുന്നത് എത്ര സ്ത്രീകളെ ഞാൻ കണ്ടിട്ടുണ്ട് എന്നറിയോ? ഇതിന്റെയൊക്കെ എന്റെ അനുഭവത്തിന്റെ പുറത്താണ് ഞാനീ പറയുന്നത്. എന്റെ കണ്ടന്റ് എന്റെ അനുഭവങ്ങളാണ്. അതെടുത്തങ്ങോട്ട് വിറ്റങ്ങോട്ട് തിന്ന. എന്നാ അതിൽ ഞാൻ പറയുന്ന കാര്യം എന്താന്നുള്ളത് അറ്റ്ലീസ്റ്റ് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് എങ്കിലും ഉണ്ടായിക്കൂടെ? കോമൺ സെൻസ്. എന്റെ പുട്ടിയിട്ട ശരീരം എന്ന് പറയാൻ അവൻ ആർക്കാ അധികാരം കൊടുത്തത്? പുട്ടി എന്താണെന്നറിയോ? ഞാൻ കാണിച്ചു തരട്ടാ. ഇന്ന് ഞാൻ പുട്ടിയൊന്നും ഇട്ടിട്ടില്ല. ഓക്കെ, എന്നെ നേരിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഓക്കെ. എനിക്കുള്ള ഈ രൂപവും അല്ല എന്റെ ഇതൊന്നും എന്റെ കഴിവുകൊണ്ട് ഉണ്ടായതാണെന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. എപ്പോ വേണമെങ്കിലും പോവാം. അങ്ങനത്തെ ഒരു സംഭവമാണ് നമ്മൾ ഈ ശരീരം എന്ന് പറയുന്നത്. അത് പഠിച്ചോന്ന് ഓരോരുത്തർക്കും ഓരോന്ന് കൊടുക്കുന്നു. അതും ഒരു നല്ല വാക്ക് പോലും ആരും പറയാൻ പാടില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അതും തെറ്റാണ്. പുട്ടി. അപ്പോൾ കണ്ടല്ലോ, ഒരു പെണ്ണ് പണിക്കിറങ്ങുമ്പോഴും അല്ലാന്നുണ്ടെങ്കിൽ ഒരു ജോലിക്ക് പോകണമെന്ന് പറഞ്ഞാൽ അവളെ പാഷനാക്കാറാൻ, ചിലപ്പോൾ ഇഷ്ടം കൊണ്ടാക്കാറാൻ, ചിലപ്പോൾ കഷ്ടപ്പാടുണ്ടാക്കാറാൻ. ആ ഒരു പെണ്ണ് ജോലിക്ക് പോകുമ്പോൾ തന്നെ അവർ എത്രത്തോളം സ്ട്രഗിൾ എടുക്കുന്നുണ്ടെന്നുള്ള മനസ്സിലാക്കാൻ ഈ സിലുവിൻ്റെ ഒരൊറ്റ വീഡിയോസ് മതി. ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ എണീറ്റ് ഒരു ലേഡീസ് ജോലിക്ക് പോകുമ്പോൾ എത്രങ്ങാനും ജോലി ചെയ്ത് തീർക്കുന്നുണ്ട്. ആ ജോലിക്കൊന്നും ശമ്പളം ഇല്ലാത്ത ജോലിയാണ്, അത് ആദ്യം മനസ്സിലാക്കണം. പിന്നെ ശമ്പളമല്ല ജോലിക്ക് പോകുമ്പോൾ അവളൊരു വൈക്കാവും. പിന്നെ തിരിച്ച് വന്നിട്ട് വീണ്ടും എന്ത് ചെയ്യും? വീട്ടിലത്തെ ജോലിയും കാര്യങ്ങളുമാണ് അല്ലേ? അപ്പോൾ ഒരു പെണ്ണ് പണിക്ക് പോകുക, കുറച്ച് പൈസ ഉണ്ടാക്കിയ ചെയ്താൽ അവൾക്ക് അഹങ്കാരമാണ്, ജാടയാണ്, അതാണ് ഇതാണ്, അങ്ങനെ പല ഇതുകാര്യം വരുന്നുണ്ട്. പക്ഷേ ഇതിലിപ്പോൾ ഇവൾ പറയുന്ന സംഭവം എന്ന് പറഞ്ഞാൽ പൈസൻ്റെ മൂല്യമാണ് കറക്റ്റ് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. എന്തിന്? ഒരു 500 രൂപയും കൊണ്ട് നമ്മൾ പുറത്ത് പോയാൽ 1 കിലോ മീൻ വാങ്ങിയാൽ ബാക്കി എന്താ അതിലുണ്ടാകുക എന്ന് എല്ലാവർക്കും അറിയാം. അത് ആണുങ്ങൾക്ക് അറിയാം ചിലവ് അല്ലേ? അപ്പോൾ ഞാൻ പറയണത് എന്താ, എത്ര കഷ്ടപ്പെട്ടിട്ടാണ് അവൾ ഈ സ്ട്രഗിൾ എടുത്തിട്ടാണ് അവൾ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഇത് പല രീതിക്കും പ്രചരിച്ച് വരുന്നത് പറഞ്ഞാൽ തെറ്റായ രീതിക്കാണ്. അവളെ കറക്റ്റ് പറഞ്ഞു തരുന്നുണ്ട്. അവൾ ഉദ്ദേശിച്ചത് എന്താണ്, അവളെ പറഞ്ഞത് എന്താണ്, അവളെ ഉപ്പ ഒരു ഉപമാനം, അതാണ് ഒരു ഉദാഹരണമാണ് അതിൽ പറഞ്ഞത്. കാരണം നമ്മൾ മരിച്ചാൽ നമ്മൾ മറവ് ചെയ്യണമെങ്കിൽ പോലും നമുക്ക് പൈസ വേണം. അതാണ് അവൾ പറഞ്ഞതിൻ്റെ ഉദാഹരണം. അതാണ് ഇത്രയും പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് പല ആൾക്കാരും പല രീതിയിൽ ഇട്ടിട്ട് അവളെ കവർ കുത്താനും ആൾക്കാർ, അവളെ കവറിട്ട് മൂടാനും ആൾക്കാർ. അവൾക്കൊരു 5 മക്കളുണ്ട്, അത് ആലോചിച്ചിട്ടില്ല. ആ വീഡിയോസിൻ്റെ താഴെയാണെങ്കിൽ എത്രങ്ങാനും കമൻറ്റാണ്. ഞാൻ ആ കമൻറ്റ് വായിച്ചിട്ട് അന്തം വിട്ടുപോയി. ഒരുപാട് ലേഡീസ് തന്നെ, പല ലേഡീസ് തന്നെ. എന്നാൽ ചില ആൾക്കാരുണ്ടല്ലോ, ഈ ലേഡീസ് ഇതിൽ കമൻറ്റ് ഇടുന്ന ലേഡീസ് തന്നെ അവളതിൽ പോയാണ്ട് നല്ലതും പറയുന്നുണ്ട്. അത് ആലോചിച്ച് നോക്കിയാൽ മതി. അപ്പോൾ ഈ ചില ആൾക്കാർക്ക് കണ്ണുകടിയേക്കാരം അല്ലേ? പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവളോടുള്ള ദേഷ്യവും കാര്യങ്ങളും കുറിച്ചുമ്പോൾ നമ്മൾ കഷ്ടപ്പെടുകയാണല്ലോ എന്നൊക്കെ അല്ലേ, അങ്ങനെയും ഉണ്ടാവും.
അപ്പോൾ ഞാൻ പറയാൻ വരുന്നത് എന്താ പറയുക, ഒരു പെണ്ണ് ഒരു ജോലിക്ക് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ കുറച്ചൊരു ഉയർന്ന നിലയിൽ കുറച്ചൊരു പൊന്തിയ നിലയിൽ എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കിൽ അവൾ ഒരുപാട് സ്ട്രഗിൾ എടുത്തിട്ടുണ്ടാവും, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. 5 മക്കളെ വെച്ചിട്ടാണ് സിലു ഈ ഒരു നിലയിലെത്തിയിട്ടുള്ളത് അല്ലേ? അവളെ കറക്റ്റ് പറയുന്നുണ്ട്. 5 മക്കൾ വെച്ചിട്ട് രാവിലെ 4 മണിക്ക് എണീറ്റിട്ട് നമുക്കൊന്നും ആരും സപ്പോർട്ട് ചെയ്യാനൊന്നും ഉണ്ടാവില്ല. ഈ മക്കളെ നോക്കാനും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ ജോലിക്ക് പോകുന്നത്, നമ്മൾ യൂട്യൂബ് ചെയ്യണതുകൊണ്ട് നമ്മൾ ആരും നമ്മളെ കുടുംബം, നമ്മളെ ഫാമിലിൻ്റെ മക്കളോ കാര്യം ആരും എന്താ അന്വേഷിക്കാതൊക്കെ ഒന്നും ചെയ്തിട്ടില്ല, എല്ലാം ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെയാണ് നമ്മൾ ഈ ജോലിക്ക് പോകുന്നത്. അപ്പോൾ മനസ്സിലാക്കുക, ആരെ പറ്റി എന്ത് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഞാൻ ഈ ചാനൽ റിയാക്ഷൻ ചെയ്യണതാണ്. പക്ഷേ മനസ്സിനെ വേദനിപ്പിക്കുന്നതായിട്ടുള്ള റിയാക്ഷൻ വീഡിയോസ് ആരും ചെയ്യരുത്, അത്രേ പറയാനുള്ളൂ. അതിൽ അവൾ പറയുന്നുണ്ട്, അവൾക്ക് പൊരുത്തം കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ അത് തീരുമാനിക്കണം. പഠിച്ച റബ്ബിനോട് പോയാണ്ട് പൊരുത്തം ചോദിക്കൂല. അവൾ അത്രയ്ക്ക് അവൾ സങ്കടത്തിലായി ആ വീഡിയോസ് അവൾ പ്രചരിച്ചപ്പോൾ. അപ്പം എന്താ ഒരു വ്യക്തിനെയും പരമാവധി എന്താ പറയുക, നമ്മൾ റിയാക്ഷൻ ചെയ്യുമ്പോൾ ഒരു വ്യക്തിനെ ആയിരുന്നെങ്കിലും പരമാവധി ഉപദ്രവിക്കാതെ നിൽക്കുക. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, അതിൻ്റെ ബാക്കിയുള്ള സത്യാവസ്ഥ എന്താണെന്ന് അന്വേഷിച്ചിട്ട് അതിൻ്റെ വീഡിയോസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ വീഡിയോസ് ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.